ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് റീസൺ വൈ നഴ്സിംഗ് ഈസ് ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ. അതിൽ നഴ്സിംഗ് ജോബ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഏതൊരു കാര്യം എടുത്താലും അതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നഴ്സിംഗിന് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ നഴ്സിംഗിന് പോകണോ വേണ്ടയോ എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ഏത് രീതി വേണേൽ എടുക്കാം. നെഗറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്താ പറയുക, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ 10ലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചു വന്ന ഒരു രീതിയല്ല നഴ്സിംഗിൽ വരുമ്പോഴത്തേക്ക്. അത്യാവശ്യം നല്ല ടഫാണ്. പഠിക്കാം എങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അല്ലാതെ നമുക്ക് പ്ലസ് ടു പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഒരു അടിച്ചുപൊളി കോളേജ് ലൈഫ്, 2-3 ബുക്കും കൊണ്ട് മാത്രം കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കറങ്ങുന്നു, ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലുള്ള ഒരാളാണ്, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് കോളേജിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യരുത്. അങ്ങനെ ഒന്നും അല്ല അവിടെ നടക്കുന്നത്. ഫുൾ ടൈം പഠിത്തമാണ്. പഠിത്തം പഠിത്തം പഠിത്തം. ശ്വാസം വലിക്കാനുള്ള സമയം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. ഞാൻ സിസ്റ്റേഴ്സിന്റെ അണ്ടറിലുള്ള ഒരു കോളേജിലായിരുന്നു. വളരെ നല്ല ടഫായിരുന്നു, വളരെ നല്ല സീരിയസ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ട് ഭാവിയിൽ നല്ല യൂസ് ഉണ്ടായി. പക്ഷെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ അത് ദൈവമേ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇവരിങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് ഒത്തിരി യൂസ് ഉണ്ടായി. ഇവര് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭാവിയിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ 4 വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് മിക്ക നഴ്സിംഗ് കോളേജും നമ്മുടെ കേരളത്തിലുള്ളതൊക്കെ സ്ട്രിക്റ്റ് ആണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവര് നഴ്സിംഗ് ചൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ബ്ലഡിനോട് പേടി, ഡെഡ് ബോഡിയോട് പേടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പേടിയുള്ളവര് ദൈവത്തെ ഓർത്ത് നഴ്സിംഗ് ചൂസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പലരും ഇതൊന്നും അറിയാതെ നിങ്ങൾ നഴ്സിംഗിന് പോയിട്ട് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോരേണ്ടതായിട്ടൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോസ്റ്റിംഗ് കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ ബ്ലഡ് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ICU പോസ്റ്റിങ്ങിന്റെ ഒക്കെ ഇടയ്ക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒക്കെ ഡെത്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെത്ത് കെയർ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നഴ്സിംഗ് സ്റ്റഡീസിന്റെ ഇടയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ കെയർലെസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യരുത്. കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പെയിനും ഫീലിങ്സും ഒക്കെ ഉള്ള ഒരു ഹ്യൂമൻ ബോഡിയാണ്, അല്ലാതെ മെഷീൻ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല പേഷ്യൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ കെയർലെസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് നിങ്ങൾ നഴ്സിംഗിന് പോകരുത്. അതേപോലെ തന്നെ വീട്ടിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് അതൊന്നും പേഷ്യൻസിന്റെ മണ്ടയിലോട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യരുത്, നിങ്ങൾ കഷ്ടപ്പെടും. അടുത്തത്, നഴ്സിംഗ് ആണ്, ടഫാണ്, ഇടയ്ക്ക് പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ സ്വാഭാവികമാണ്. അതിലൊന്നും ഡിസപ്പോയിന്റഡ് ആകരുത്. വീണ്ടും ഇരട്ടി ശക്തിയോടെ പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് നേടുക. ഇതിലെ ഇടയ്ക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിയാലും നിങ്ങളുടെ ലൈഫ് അവിടെ തീരുന്നില്ല. നിങ്ങൾ 4th ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു BSc നഴ്സിംഗ് ഡിഗ്രി, അതാണ് മുന്നോട്ട് എല്ലായിടത്തും ചോദിക്കുന്നത്. അല്ല നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തോറ്റോ, സെക്കൻഡ് ഇയറിൽ തോറ്റോ, തേർഡ് ഇയറിൽ തോറ്റിട്ടുണ്ടോ, ഇങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. സോ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിച്ച് ഡിസപ്പോയിന്റഡ് ആയി ഇടയ്ക്ക് പഠിത്തമൊന്നും നിർത്തരുത്. പക്ഷെ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് ടു 10th പഠിച്ച ഒരു രീതിയേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പ്ലസ് ടുവില് നിങ്ങൾക്ക് ടഫായിരുന്നു, അപ്പൊ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് നഴ്സിംഗ് പറ്റത്തില്ല എന്നൊന്നും കരുതരുത്. കാരണം പ്ലസ് ടുവിലൊക്കെ മാർക്ക് കുറവുള്ളവർക്ക് നഴ്സിംഗിന് വന്നിട്ട് നല്ല മാർക്ക് ഉള്ളവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില്. അതേപോലെ തന്നെ പ്ലസ് ടുവിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നഴ്സിംഗിന് വന്നിട്ട് പൊട്ടുന്നവരും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ് 10th പ്ലസ് 2 വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അല്ലാതെ സയൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എനിക്ക് നഴ്സിംഗിന് പോകാം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെന്റ് ആണ്.
അതേപോലെ തന്നെ ബിസി ലൈഫ് ആയിരിക്കും ഒരു നേഴ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ബ്രേക്കിനൊക്കെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഒന്നും കിട്ടത്തൊന്നുമില്ല ഡ്യൂട്ടിക്കിടയ്ക്ക്. അതിനിടയ്ക്ക് അവർ ഓരോ കാര്യത്തിനൊക്കെ പേഷ്യൻസോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോ ഒക്കെ എന്തിനെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ആ ബ്രേക്ക് എൻഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഡ്യൂട്ടിയും കുറച്ച് സ്ട്രെസ്ഫുള്ളും ആയിരിക്കും, ഭയങ്കര ബിസിയും ആയിരിക്കും. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നഴ്സിംഗ് ജോബ് ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ എന്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ്സും പറഞ്ഞു തന്നു, നെഗറ്റീവ്സും പറഞ്ഞു തന്നു. ഇനി നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്, നഴ്സിംഗ് ഒരു നല്ല പ്രൊഫഷനാണ്. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യേണ്ട വരത്തില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവര് നഴ്സിംഗ് ചൂസ് ചെയ്യാതെ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.